ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചത് ബേസ് റെസിസ്റ്റ് ബയാസിങ് മെത്തേഡ്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 3 ബയാസിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. ബേസ് റെസിസ്റ്റർ മെത്തേഡ്, എമിറ്റർ ബേസ് ബയാസ് മെത്തേഡ്, ബയാസിങ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഇങ്ങനെ 4 ബയാസിങ് മെത്തേഡ്സ് ഉണ്ട്. അത് ആദ്യത്തേതാണ് ബേസ് റെസിസ്റ്റർ മെത്തേഡ്. ഇത് സിമ്പിളാണ്. ബേസ് റെസിസ്റ്റർ, ഈ പേര് തന്നെ നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുക, എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ബേസ് റെസിസ്റ്റർ, അപ്പോൾ ഇതാണ് ഒരു NPN ട്രാൻസിസ്റ്റർ. ആരോ മാർക്കിൻ്റെ പുറത്തേക്കാണ്. ഇറ്റ് ഷോസ് ദി കൺവെൻഷണൽ കറണ്ട് ഫ്ലോ. അതാണ് IE കാണിച്ചിട്ടുള്ളത്, ഈ ആരോ കണ്ടോ. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഇൻപുട്ട് ഫോർവേഡ് ബയാസ്ഡ്, ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ബയാസിങ്ങിൽ നമ്മൾ സിംഗിൾ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, +VCC അല്ലേ. ഈ +VCCൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രൗണ്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സിഗ്നൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇൻപുട്ട് പോർട്ട് ഇത്, ഔട്ട്പുട്ട് പോർട്ട് ഇത്. ഓക്കെ, അപ്പോൾ NPN. ഓക്കെ, അപ്പോൾ N സൈഡ് നമുക്ക് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് ഇവിടെ നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. P സൈഡ് NPN, P നമ്മൾ ഇൻപുട്ട് പോസിറ്റീവ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് +VCCയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻപുട്ട് പോർഷൻ എന്തായിട്ടുണ്ട്? ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് സൈഡ് NPN, N നെഗറ്റീവ്, ഇത് ഈ സൈഡ് N പോസിറ്റീവ് കണക്ട് ചെയ്തു. അപ്പോൾ റിവേഴ്സ് ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡായി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വാട്ടർ ടാങ്ക് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൽ വാട്ടർ ഫ്ലോ നമുക്ക് IB എന്ന് എടുക്കാം, കറണ്ട് ഫ്ലോ ആക്കി എടുക്കാം. വെള്ളം പുറത്ത് ഒഴുകുന്നത് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് ആക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ VCC ഔട്ട്പുട്ടിൽ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും, പിന്നെ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും, VCE. അപ്പോൾ ഈ പോയിന്റിലുള്ള വോൾട്ടേജിനാണ് എന്ത്? ഇവിടുന്ന് വരെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. കാരണം എന്താണ്? ഇവിടെ വേറെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല, റെസിസ്റ്റർ ഇല്ല. അപ്പോൾ നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റ്, അല്ലെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റ് അടുക്കുള്ള വോൾട്ടേജിന് VCE, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി കളക്ടർ എമിറ്റർ ടെർമിനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നോക്കാം. +VCCയിൽ നിന്ന് കറണ്ട് IB വരുന്നു, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, നമുക്കതിനെ VB എന്ന് വിളിക്കാം. ഓക്കെ, ഇനി വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ ഉണ്ടാവുമോ? ഓക്കെ, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ, ഓക്കെ, നേരത്തെ VCE പറഞ്ഞ പോലെ ഈ പോയിന്റ്, ഈ ടെർമിനൽ, അല്ലെങ്കിൽ ഈ 2 പോയിന്റ് തമ്മിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് VBE നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് റിവേഴ്സ് ബയാസ്, ഇൻപുട്ട് ഫോർവേഡ് ബയാസിലും ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസിലും പോയ കണ്ടീഷൻ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അത് നമ്മൾ ചെയ്തത് സിമ്പിളായിട്ട് ഒരു ബേസ് സിംഗിൾ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബീറ്റ, നമുക്ക് ഇത് കോമൺ എമിറ്റർ കണക്ഷനാണ്. ഇൻപുട്ടിനും എമിറ്റർ ഉണ്ട്, ഔട്ട്പുട്ടിനും എമിറ്റർ ഉണ്ട്. അപ്പോൾ ബീറ്റ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ഈസ് IC/IB. ഓക്കെ, അപ്പോൾ IB ബേസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC/IB. ഓക്കെ, ദെൻ നമ്മൾ ഈ ഇൻപുട്ട് സർക്യൂട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ RB ഉണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഇവിടെ VCC ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ VCC ഈക്വൽ ടു ഈ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് ഈ വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് IB/RB + VBE എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് IB/RB ഈക്വൽ ടു VCC - VBE എന്ന് എഴുതാം. അതിൽ നിന്ന് RB ഈക്വൽ ടു VCC - VBE/IB. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് RB. ആ RB നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ VCC നമ്മൾ ഒരു 14 വോൾട്ടേജ് കൊടുത്തു എന്ന് കരുതാം. VBE ഒരു 0.7 വോൾട്ടേജ്, അങ്ങനെ നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ട്രാൻസിസ്റ്റർ. ഓക്കെ, ദെൻ IB നമുക്കറിയാമെങ്കിൽ, നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി RB. അപ്പോൾ ഈ VB ഈസ് നെഗ്ലിജിബിൾ, ദെൻ RB ഈസ് VCC/IB എന്ന് നമുക്ക് എഴുതാം.
ഈ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് ബയാസ് മെത്തേഡ്. കാരണം VCC is a fixed known quantity and IB is chosen at some suitable value. അപ്പോൾ നമ്മൾ IB VCC നമ്മൾ ഫിക്സ് ചെയ്യും and therefore we can find RB directly. Therefore it is known as fixed bias method. And stability factor is നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് S equal to beta plus 1 by 1 minus beta into DIB by DIC. In this fixed bias method or base resistor method, IB is independent of IC, so that DIB by DIC equal to 0. Therefore stability factor is beta plus 1. If beta is 100, stability factor is 101, which means that IC increases 101 times faster than ICO. Therefore, due to the large value of S in fixed bias, it has poor thermal stability. Advantages: this biasing circuit is very simple as only one resistor RB is required. Biasing conditions can easily be set and the calculations are very simple. There is no loading of the source by the biasing circuit since no resistor is employed across base emitter junction. Important disadvantage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this method provides poor stabilization. നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. And the stability factor S is very high. Therefore there is a strong chances of thermal runaway. Due to these disadvantages, this method of biasing is rarely employed. ഈ ബയാസിംഗ് മെത്തേഡ്സ് സാധാരണ ചോദിക്കുന്ന ഒരു essay ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, ഈ 4 ബയാസിംഗ് മെത്തേഡ്സും. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ബയാസിംഗ് മെത്തേഡ്സിലേക്ക് നമുക്ക് പോകാം. എമിറ്റർ ബയാസ് സർക്യൂട്ട്. നമ്മൾ എമിറ്റർ ബയാസ്, അപ്പോൾ എമിറ്ററിലാണ് നമ്മൾ റെസിസ്റ്റർ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ എമിറ്റർ ബയാസിൻ്റെ സർക്യൂട്ട്. ഇവിടെ ഇതിൻ്റെ ഒരു പ്രശ്നം നോക്കുക നിങ്ങൾ, നമ്മൾ 2 ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണോ ഈ ബയാസിങ് സർക്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്തത്, ആ അഡ്വാൻറ്റേജ് ഇവിടെ ഇല്ലാണ്ടായിപ്പോയി. കാരണം ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുന്നു, കോസ്റ്റ് കൂടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ എമിറ്റർ ബയാസ് സർക്യൂട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല എന്നുള്ളത്. നേരത്തെ പഠിച്ച ബേസ് റെസിസ്റ്റർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കില്ല, ഈ എമിറ്റർ ബയാസ് സർക്യൂട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം എങ്ങനെ നമുക്ക് ബയാസിങ് നടത്താം. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് യൂസസ് 2 സെപ്പറേറ്റ് DC വോൾട്ടേജ് സോഴ്സ്. One is plus VCC, another is negative VEE. നമ്മൾ നേരത്തെ അതേ കണ്ടീഷൻ തന്നെ NPN നമ്മൾ ബയാസിങ് സർക്യൂട്ട് എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇൻപുട്ട് ഫോർവേഡ് ബയാസ്ഡും ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസിങ് നടത്തും. ഓക്കെ, ഇവിടെ പോസിറ്റീവാണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവാണ് കണക്ട് ചെയ്യുന്നത്. And there is a resistor RE. സർക്യൂട്ട് അനാലിസിസ് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ -IBRB -VBE -IERE plus VEE equal to 0. കിർച്ചോഫ് ഈ സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് എടുക്കാം. അത് നമുക്ക് VE equal to IBRB plus
VBE plus IERE എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് we can assume that IC is approximated to IE and it is a common emitter circuit, so IC equal to beta IB. So we can write IB is approximated to IE by beta. നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന IBക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ VE equal to IE by beta into RB plus IERE plus VBE. Then VE minus VBE equal to IE into RB by beta plus RE എന്ന് നമുക്ക് എഴുതാം. Then IE equal to VE minus VBE by RE plus RB by beta എന്ന് എഴുതാം. Since IC is approximated to IE, നമുക്ക് കളക്ടർ കറണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, then കളക്ടർ VCE നമുക്ക് കാണാം. അപ്പോൾ IC നമ്മൾ കണ്ടു, then VCE നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇതാണ് VCE. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യണം. then emitter voltage, this VE, ഈ ടെർമിനൽ VE, the voltage across this point and this point, VE equal to minus VEE plus IERE നമുക്ക് എഴുതാം. ഓക്കെ, and this voltage VB equal to this voltage, this point VE plus ഈ വോൾട്ടേജ്, അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് പ്ലസ് ഈ ഹൈറ്റ്, അതായത് ഈ ഹൈറ്റിനെ VE, ദെൻ ഇത് VBE. അപ്പോൾ നമ്മളത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ VCC ഈക്വൽ ടു ICRC പ്ലസ് VC, ഈ വോൾട്ടേജ് VC. അപ്പോൾ VC ഈക്വൽ ടു VCC മൈനസ് ICRC ഉണ്ടാവും. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ VC മൈനസ് സബ്സ്ട്രാക്ടിങ് VE ഫ്രം VC, സോ VC മൈനസ് VE, ഈ രണ്ട് ഇക്വേഷൻ VC മൈനസ് VE ഈക്വൽ ടു VCC മൈനസ് ICRC മൈനസ് VEE പ്ലസ് IERE, IEക്ക് പകരം IC നമ്മൾ കൊടുത്തു, ICRE. Therefore VCE equal to VCC plus VEE minus IC into RC plus RE. അപ്പോൾ നമ്മൾ ICയും കണ്ടു, VCയും കണ്ടു. Then stability factor, IE equal to IC equal to IE, then we can write VEE minus VBE by RE plus RB by beta, and if RE is greater than RB by beta, then we can write IC equal to VEE minus VBE by RE എന്ന് എഴുതാം. And here we can see that no beta, so there is no temperature dependent, that is IC or IE is independent of beta. Then if VEE is much greater than VBE, then we can write IC or IE equal to VEE by RE. And if IC or IE is independent of beta and VBE, the Q point is not affected appreciably by the variations in this parameter. Thus emitter bias can provide stable Q point if properly designed. പക്ഷെ ഇവിടെ രണ്ട് ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ എമിറ്റർ ബയാസിംഗ് നമ്മൾ ഉപയോഗിക്കാറില്ല.
then അടുത്തത് ബയാസിങ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. കളക്ടർ ഇപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് ടു ബാക്ക്, ഇത് ഔട്ട്പുട്ട് കണക്റ്റിംഗ് ടു ദ ബാക്ക് ടു ദ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക്. അപ്പോൾ കളക്ടർ ഫീഡ്ബാക്ക് ഫ്രം കളക്ടർ ടു ദി ഇൻപുട്ട്. അപ്പോൾ അതാണ് കളക്ടർ ഫീഡ്ബാക്ക്. അപ്പോൾ കളക്ടർ സർക്യൂട്ടിൽ നിന്ന് RB കണക്ട് ചെയ്തു ഇവിടെ ഇൻപുട്ടിലേക്ക് അല്ലേ, RB കണക്ട് ചെയ്തു, ബേസ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സൈഡ് ഫോർവേഡ് ബയാസ്ഡായി, ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡായി. അപ്പോൾ നമ്മൾ സർക്യൂട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് പ്ലസ് ഇൻപുട്ട് സൈഡ് നോക്കുമ്പോൾ നമുക്ക് പ്ലസ് VCC ഈക്വൽ ടു ICRC പ്ലസ് IBRB പ്ലസ് ഈ വോൾട്ടേജ് VBE. അത് നമുക്ക് RB ഈക്വൽ ടു VCC മൈനസ് VBE മൈനസ് ICRC ബൈ IB എന്ന് എഴുതാം. ദെൻ VCC മൈനസ് VBE മൈനസ് ബീറ്റ IBRC, IC എന്ന് പറഞ്ഞാൽ ബീറ്റ IB ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബൈ ബീറ്റ നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ വേറെ രീതിയിൽ നമുക്ക് സർക്യൂട്ട് അനലൈസ് ചെയ്യാം. VCE ഔട്ട്പുട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ദിസ് വോൾട്ടേജ്, ഓക്കെ, VCE ഈക്വൽ ടു ഈ വോൾട്ടേജ് VBE പ്ലസ് VCB ഈ വോൾട്ടേജ്. അപ്പോൾ VCB ഈക്വൽ ടു VCE മൈനസ് VBE. അപ്പോൾ ഈ ടെർമിനലിലുള്ള വോൾട്ടേജ് VCE, ഈ ടെർമിനലിലുള്ള വോൾട്ടേജ് VBE, ഈ രണ്ട് ടെർമിനലിലുള്ള വോൾട്ടേജ് VCB. ഓക്കെ, ദെൻ RB എന്ന് പറയുന്നത് എന്തായിരിക്കും? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് VCB ബൈ IB എന്നായിരിക്കും. RB ഈക്വൽ ടു VCB ബൈ RB. അപ്പോൾ നമുക്ക് VCB വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, VCE മൈനസ് VBE ബൈ IB എന്ന് എഴുതാം. വേർ IB ഈസ് ഈക്വൽ ടു IC ബൈ ബീറ്റ, അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഈ വാല്യൂ സ്റ്റെബിലിറ്റി ഫാക്ടറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഈസ് ലെസ് ദാൻ ബീറ്റ പ്ലസ് 1. Therefore it provides better thermal stability than a fixed bias. അപ്പോൾ ഇത് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക ഈ IB വാല്യൂ, എന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു അസൈൻമെൻറ്റ് മാതിരി നിങ്ങൾ എടുക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് as it requires only one resistance RB. The circuit provides some stabilization of the operating point as VC equal to VBE plus VCB. The disadvantage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the circuit does not provide good stabilization because stability factor is fairly high, and this circuit provides a negative feedback which reduces the gain of the amplifier as explained hereafter. During the positive half cycle of the signal, collector current increases. The increased collector current would result in a greater voltage drop across RC. This reduces the base current and hence collector current. നമുക്ക് ഇനി അടുത്ത സർക്യൂട്ടിലേക്ക് നോക്കാം. നമുക്ക് അടുത്ത സർക്യൂട്ട് എന്തായിരിക്കും? വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ്. നമ്മൾ സാധാരണ എല്ലാ ആംപ്ലിഫയറിലും ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ്, ബയാസിങ് മെത്തേഡാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ഇത് പേര് പോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബേസിക് സർക്യൂട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ട്രാൻസിസ്റ്ററാണ് ഇത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്. പ്ലസ് VCC കണക്ട് ചെയ്തു, RC കണക്ട് ചെയ്തു, RE കണക്ട് ചെയ്തു. ഇത് ഔട്ട്പുട്ട് സർക്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡ് ആണോ ഫോർവേഡ് ബയാസ്ഡ് ആണോ? ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് NPN ട്രാൻസിസ്റ്ററാണ്, കാരണം ആരോ പുറത്തേക്കാണ്. അപ്പോൾ ദിസ് കണക്റ്റഡ് ടു N and PN, this output N is connected to the plus VCC. അപ്പോൾ this output is reverse biased. Then input forward biased ആണ് നോക്കാം, NPN. okay, NPN. അപ്പോൾ it is connected to NPN. This connected to the positive.
നോക്കാം. അപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നത് ഡ്യൂ ടു ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി R2. ഈ R2 ആണ് ഇവിടെ ഒരു ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഫോർവേഡ് ബയാസിങ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് അനാലിസിസ് നമുക്ക് നോക്കാം. കളക്ടർ കറണ്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ VCCയിൽ നിന്ന് കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? VCC by R1 plus R2. Therefore the voltage across ഈ R2 എന്താണ്? ഇതിലുള്ള വോൾട്ടേജ് R into I അല്ലേ? R2 into I1 ആണ്. അപ്പോൾ R2 into I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC by R1 plus R2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇനി കിർച്ചോഫ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാം. V2 എന്ന് പറയുന്നത് ഈ V2 വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റർ V2 ഈസ് ഈക്വൽ ടു എന്താണ്? ഈ സർക്യൂട്ട് IRE പ്ലസ് VBE നോക്കാം. IREക്ക് പകരം ഓക്കെ V2 ഈക്വൽ ടു VBE പ്ലസ് IRE. then I equal to V2 minus VBE by RE. നമ്മൾ ഓൾറെഡി അറിയാം എമിറ്റർ കറണ്ട് ഈസ് അപ്രോക്സിമേറ്റഡ് ടു കളക്ടർ കറണ്ട് IE അപ്രോക്സിമേറ്റഡ് ടു IC. so IC equal to V2 minus VBE by RE. VBE is negligible, so we can write IC equal to V2 by RE എന്ന് എഴുതാം. ഓക്കെ, നമ്മളിനി ഔട്ട്പുട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യാം. ഫോർ ഫൈൻഡിങ് ദി VC ഔട്ട്പുട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യാം. നമ്മളിവിടെ വാട്ടർ ടാങ്ക് VCC നമ്മൾ പറഞ്ഞു. ഇപ്പോൾ വാട്ടർ ഇവിടെ ടാപ്പ് ഉണ്ട് വെള്ളം പുറത്തു പോകാൻ, ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് വെള്ളം പുറത്തു പോകാൻ, ഇവിടെ ഒരു ടാപ്പ് ഉണ്ട് വെള്ളം പുറത്തു പോകാൻ, വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ ഇത് ടോട്ടൽ വോൾട്ടേജ് തന്നെ VCC ഈക്വൽ ടു ICRC പ്ലസ് ദിസ് വോൾട്ടേജ് VCE പ്ലസ് VE IERE. ഓക്കെ, അതാണ് നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, VCC ഈക്വൽ ടു ICRC പ്ലസ് VCE പ്ലസ് IERE. ആ ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് ICRC പ്ലസ് VCE പ്ലസ് ICRE എന്ന് എഴുതാം. IE അപ്രോക്സിമേറ്റ് ടു IC, so we can take the IC common, so IC plus IC into RC plus RE plus VCE, then VCE equal to VCC minus IC into RC plus RE. ഇതാണ് VCE. അപ്പോൾ നമ്മൾ എന്തിനാണ് ICയും VCയും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സീറോ സിഗ്നൽ കളക്ടർ കറണ്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ലോഡ് ലൈൻ വരച്ചു. അപ്പോൾ ലോഡ് ലൈൻ വരക്കുമ്പോൾ IC ആണ് Y ആക്സിസിൽ, VC ആണ് X ആക്സിസിൽ. അത് വെച്ചിട്ട് നമുക്ക് ലോഡ് ലൈൻ വരക്കാൻ പറ്റണം, ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സർക്യൂട്ട് അനലൈസ് ചെയ്ത് ICയും VCയും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ സ്റ്റെബിലൈസേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് സർക്യൂട്ട് പ്രൊവൈഡ്സ് എക്സലൻറ്റ് സ്റ്റെബിലൈസേഷൻ. സിൻസ് V2 ഈക്വൽ ടു VBE പ്ലസ് ICRE, സപ്പോസ് IC increases due to rising temperature and this causes a voltage drop across RE. A voltage drop across R2, that is V2 is independent of IC, therefore VB decreases. This in turn IB to decrease. This reduces value of IB, tends to restore IC to the original value. So stability stable ആയിരിക്കും എപ്പോഴും. അതിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടർ of the circuit is equal to 1. Stability factor is equal to 1. On base voltage divider bias method. പിന്നെ മറ്റൊരു പേരാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം നമുക്ക്.